ഹായ് ഓൾ. നമ്മൾ പുതുതായി ഏതൊരു സ്ഥലത്ത് പോയാലും സ്കൂളാവട്ടെ കോളേജ് ആവട്ടെ അതിപ്പോൾ എവിടെയാണെങ്കിലും ഫസ്റ്റ് ഡേ പരിപാടി എന്താ? സെൽഫ് ഇൻട്രൊഡക്ഷൻ. എനിക്കൊക്കെ ഓർമ്മ വെച്ച നാൾ തൊട്ട് ഞാനും എനിക്കറിയാവുന്ന എല്ലാവരും ഫോളോ ചെയ്യുന്ന ഒരു സ്റ്റൈലുണ്ട്. മൈ നെയിം ഇസ് ഇത്, ഐ എം ഫ്രം ദർ, മൈ ഫാദേഴ്സ് നെയിം ഇസ് ദിസ്, ഹിസ് ഡൂയിങ് ദിസ്, മൈ മദേഴ്സ് നെയിം ഇസ് ദിസ്, അങ്ങനെയൊക്കെ. ആക്ച്വലി എന്താ ഇവിടെ സംഭവിക്കുന്നത്? കുഞ്ഞിലേ തൊട്ട് ഒരാളുടെ ഐഡൻറ്റിറ്റിയുടെ പാർട്ട് ആവുകയാണ് അച്ഛനും അമ്മയും. അതാണോ അതിൻ്റെ ശരി? ഇവിടെ ഒരു മാറ്റത്തിൻ്റെ ആവശ്യമില്ലേ? വെൽക്കം ടു ദി കാറ്റലിസ്റ്റ്, ലെറ്റ്സ് റീതിങ്ക്. നമ്മുടെ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ പേഴ്സണാലിറ്റി അല്ലേ മനസ്സിലാവണ്ടേ? അതിലേക്ക് പാരൻസിനെയും കൂടെ കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ? അതല്ല, ഇനി അവരും നമ്മുടെ ഐഡൻറ്റിറ്റിയുടെ ഭാഗമാണോ? എന്തുകൊണ്ടായിരിക്കും എല്ലാവരും ഡിഫോൾട്ടായിട്ട് ഈ ഒരു രീതിയിൽ ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നുണ്ടാവുക? എനിക്ക് തോന്നിയത് അത് എളുപ്പമായതുകൊണ്ടാവും. എക്സ്ട്രാ എഫേർട്ടൊന്നും ഇടണ്ട. പിന്നെ ബോഡി ഷേമിങ് കുഴപ്പമാണെന്ന് പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ ഇത് ഡിസ്കസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അധികാർക്കും ഇതിൽ തെറ്റ് തോന്നിയിട്ടുണ്ടാവില്ല. സെൽഫ് ഇൻട്രൊഡക്ഷനിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഇത്. നമ്മളൊരു ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ പോയാൽ, ഇനിയിപ്പോൾ ഇത്രയും വലുതായി ഒരു ലോൺ എടുക്കാൻ പോയാൽ അവിടെ പോലും ഇവരെല്ലാം നമ്മളുടെ ഐഡൻറ്റിറ്റിയുടെ ഭാഗമാണ്. നമ്മുടെ ലൈഫിൽ ഭൂരിഭാഗവും നമ്മളുടെ ഐഡൻറ്റിറ്റിയിൽ നമ്മൾ മാത്രമല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുഞ്ഞിലേ തൊട്ട് നമ്മളുടെ ഐഡൻറ്റിറ്റിയുടെ പാർട്ടാണ് നമ്മളുടെ അച്ഛനും അമ്മയും. പണ്ട് സ്കൂളിൽ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവളുടെ അച്ഛനും അമ്മയും രണ്ടുപേരും ടീച്ചേഴ്സായിരുന്നു. അപ്പോൾ അവളിങ്ങനെ പറയുമായിരുന്നു, എന്താണെന്നറിയില്ലടി, അച്ഛനും അമ്മയും ടീച്ചേഴ്സാന്ന് പറയുമ്പോൾ എന്തോ ഒരു കോൺഫിഡൻസോ ഒരു അഭിമാനമൊക്കെ തോന്നുന്നു. ഞാനാണെങ്കിൽ ഒരു ലോവർ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നുള്ള ആളായിരുന്നു. പാരൻ്റ് ഫാമറാണ് അല്ലെങ്കിൽ പണിക്ക് പോകുന്ന ആളാണ് എന്ന് പറയാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. ഇപ്പം എനിക്കറിയാം ഒരാളുടെ ജോബല്ല അയാളെ ഡിഫൈൻ ചെയ്യുന്നതെന്ന്. പക്ഷെ പണ്ട് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഈ വൈറ്റ് കോളർ ജോബ് ചെയ്യുന്നവരാണ് വലിയ സംഭവം എന്ന്. ഈ കുട്ടിയായ എനിക്ക് ഇങ്ങനൊരു തോട്ടം എങ്ങനെ ഉണ്ടായി? പൊതുവേ ഒരു പഠിപ്പ് ഇമേജ് ഉണ്ടായിരുന്ന എന്നോട് വീട്ടുകാർ പറയുമായിരുന്നു നമ്മളെപ്പോലെയൊന്നും ആയിപ്പോവർ, പഠിച്ച് വലിയ ആളാവണമെന്ന്. എന്നെ നാട്ടുകാർ പറയായിരുന്നു ഞാൻ എൻ്റെ അച്ഛനമ്മേനെയും പോലെയൊന്നും അല്ല, നല്ലോണം പഠിക്കുന്ന നല്ല മോളാണെന്ന്. നമ്മൾ കേട്ടിട്ടില്ലേ ഇറ്റ് ടേക്സ് എ വില്ലേജ് ടു റേസ് എ ചൈൽഡ് എന്ന്? ശരിയാണ്, സൊസൈറ്റിക്ക് അത്രയും റോളുണ്ട് ഒരു കുട്ടീൻ്റെ വളർച്ചയിൽ. ഇനി പാരൻറ്റിൻ്റെ ജോബ് മാത്രമാണോ സെൽഫ് ഇൻട്രൊഡക്ഷനിലെ പ്രശ്നം? അല്ല. മൈ നെയിം ഈസ് ഇത് എന്ന് പറയുന്നതിലപ്പുറം ബാക്കി ഫില്ല് ചെയ്യാനില്ലാത്ത മക്കളുണ്ടാവും. സിംഗിൾ പാരൻറ്റ് ചൈൽഡ് ഉണ്ടാവും. ഇവരിലൊക്കെ ഒരു ഇൻസെക്യൂരിറ്റി ഫോം ചെയ്യില്ലേ? അത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതല്ലേ? ഇനി ഒരു കുട്ടിയുടെ അച്ഛൻ ഗുണ്ടയാണെങ്കിൽ അല്ലെങ്കിൽ അമ്മ സെക്സ് വർക്കർ ആണെങ്കിൽ പാരൻറ്റിൻ്റെ പേര് പറയുമ്പോൾ ആ കുട്ടിക്ക് ഉണ്ടാവുന്ന ഡിസ്കംഫേർട്ട് അത് അഡ്രസ്സ് ചെയ്യപ്പെടണ്ടേ? ഇപ്പം എനിക്ക് തോന്നിയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഒരു ഏജ് വരെ കുട്ടികൾക്ക് എന്താണ് തെറ്റ് എന്താണ് ശരി അതൊന്നും തിരിച്ചറിയാനാവില്ല. നമ്മൾ അവർക്ക് എന്താണോ പറഞ്ഞു കൊടുക്കുന്നത് അതാണ് അവരുടെ ശരി. ഇപ്പം ഞാനൊരു ടീച്ചറാണെങ്കിൽ ഞാൻ എൻ്റെ ക്ലാസ്സിൽ ഈ പറഞ്ഞ രീതിയിലൊന്നും അല്ലാതെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കാണിക്കും. നമ്മളത് ചെയ്ത് കാണിച്ചു കൊടുത്താൽ അവരും അത് തന്നെയല്ലേ ചെയ്യുക? കുട്ടികൾ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെറ്റിനെ പറ്റി, ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോബീസ്, സൈക്ലിങ്ങിനെ പറ്റി, പെയിൻറ്റിങ്ങിനെ പറ്റി, ഇഷ്ടപ്പെട്ട വീഡിയോ ഗെയിമിനെ പറ്റിയൊക്കെ പറയുന്നത് പ്രോത്സാഹിപ്പിക്കുക. മറ്റേയാളുടെ ഇൻട്രസ്റ്റുകൾ അറിയുമ്പോൾ അവർക്കും ഫ്രണ്ട്സ് ആവാൻ അതല്ലേ എളുപ്പം ഉണ്ടാവുക. അല്ലാണ്ട് അപ്പുറത്തിരിക്കുന്ന ആളുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ പേരറിഞ്ഞാൽ ആ ക്ലാസ്സിലെ മറ്റൊരു കുട്ടിക്ക് അതെങ്ങനെയാണ് യൂസ്ഫുൾ ആവുക? ഇനി ആ ഒരു പാരൻ്റ് ആണെങ്കിൽ ഈ പറഞ്ഞതും പ്ലസ് ഒരു കാര്യം കൂടി ഞാൻ പറയും. തൽക്കാലം ഞാനൊരു ഡോക്ടറാണെന്ന് വിചാരിക്കുക. ഞാൻ ഡോക്ടറായതിൽ എൻ്റെ കുട്ടിക്ക് ഒരു റോളും ഇല്ല. അപ്പോൾ കുട്ടിക്ക് അഭിമാനിക്കാൻ അതിലെന്താ ഉള്ളേ? ഇനി അതല്ല, എൻ്റെ ഭർത്താവ് ഒരു കള്ളുകൂടിയനാണെങ്കിൽ ആ തെറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി എൻ്റെ കുട്ടി എടുക്കണ്ട. അതായത് കുട്ടിക്ക് തോന്നണം ഞാനല്ലല്ലോ അച്ഛനല്ലേ കള്ളു കുടിക്കുന്നതെന്ന്. ചുരുക്കി പറഞ്ഞാൽ പാരൻറ്റിൻ്റെ അച്ചീവ്മെൻറ്റിൽ അഭിമാനം കൊള്ളണ്ടാന്നും പാരൻറ്റിൻ്റെ കുറവുകളിൽ അപമാനിതനാവണ്ടാന്നും ആസ് എ പാരൻറ്റ് ഞാൻ എൻ്റെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കും. കുറച്ചുകൂടെ വലുതായാൽ കുട്ടികൾക്ക് അവരെ സ്വയം മനസ്സിലാവും, അവരുടെ ഇഷ്ടങ്ങൾ മാറിയിട്ടുണ്ടാവും. ഈ സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റുള്ള ആൾ എന്താ പറയുന്നേ? ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് എന്നാണ്, നിങ്ങളെപ്പറ്റിയാണ് പറയേണ്ടത്. നിങ്ങളെ എല്ലാവരും എ യോ അങ്ങനെയല്ലല്ലോ വിളിക്കണ്ടേ. അപ്പം നിങ്ങളുടെ പേര് പറയണം. രണ്ടാമതായിട്ട് നിങ്ങൾ ഏത് കൈൻഡ് ഓഫ് ആളാണെന്ന് പറയാം. കേൾക്കുന്നവർക്ക് നിങ്ങളുടെ വേവ് ലെങ്ത് മനസ്സിലാവും. ഇനി ആളുകൾ നിങ്ങളെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നതാണ് നിങ്ങളുടെ ഇഷ്ടം എന്ന് പറയാം. നാലാമതായിട്ട് നിങ്ങളുടെ ഇഷ്ടമില്ലായ്മകൾ പറയാം. അതാവുമ്പോൾ നിങ്ങളോട് മിങ്കിൾ ചെയ്യുന്നവർ അത് ചെയ്യാതിരിക്കാൻ ശ്രമിക്കും. ഇത്രയാണ് ഏറ്റവും അത്യാവശ്യം. ഇനി ഇതിനപ്പുറം നിങ്ങൾ എന്ത് പറഞ്ഞാലും അത് ബോണസാണ്. ഇനി റിയൽ ലൈഫിലേക്ക് വരാം. ഇപ്പോൾ ഒരു കുട്ടി എക്സാമിന് അപ്ലൈ ചെയ്യുമ്പോൾ
അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ ആപ്ലിക്കേഷൻ ഫോമിൽ നെയിം ഓഫ് ഫാദർ എന്ന് ചോദിക്കുന്നുണ്ടാവും. ഒന്നാലോചിച്ച് നോക്കിയേ, ഒരു കുട്ടി, ഈ കുട്ടീൻ്റെ അച്ഛൻ ഭയങ്കര ആൽക്കഹോളിക്കാണ്, ഡെയിലി കള്ളുടിച്ച് വീട്ടിൽ ബഹളം ഉണ്ടാക്കും, ഭാര്യനെയും മക്കളെ എല്ലാം ഉപദ്രവിക്കും, വീട്ടിലൊരു കാര്യം നോക്കത്തുമില്ല. ഈ മക്കളെ നോക്കുന്നതും വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും എല്ലാം ഈ അമ്മയാണ്. ഈ കേസിൽ ഈ കുട്ടിയുടെ ഗാർഡിയൻ ആരാ? അമ്മയല്ലേ. ഇനി നേരെ തിരിച്ചു ആവാം, അമ്മ കുട്ടീനെ തീരെ കെയർ ചെയ്യുന്നില്ല, കുട്ടീൻ്റെ എല്ലാ കാര്യവും നോക്കുന്ന അച്ഛനാണ്. ഇനി ഇവർ രണ്ടും അല്ല, വേറൊരു ബന്ധുവോ വേറെ ആരെങ്കിലും ആവാം കുട്ടീൻ്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ടാവുക. കുട്ടികളിൽ നിന്ന് കൺസിഡർ ചെയ്യപ്പെടുന്നിടത്തോളം നമുക്കൊരു ഗാർഡിയൻ ഉണ്ടാവുക എന്നുള്ളത് ഇറ്റ് മേക്ക് സെൻസ്. പക്ഷേ ആപ്ലിക്കേഷൻ ഫോമുകളിൽ നെയിം ഓഫ് ഫാദർ എന്നല്ല, നെയിം ഓഫ് ഗാർഡിയൻ എന്നുണ്ടാവണം. നമ്മളുടെ കെയർ ടേക്കർ ആരായിരുന്നാലും അവരുടെ പേരെഴുതാൻ പറ്റണം. ഇപ്പം തന്നെ പലയിടത്തും നെയിം ഓഫ് ഗാർഡിയൻ എന്നാണ് ചോദിക്കുന്നതിൽ വളരെ നല്ല കാര്യം. പക്ഷെ എല്ലായിടത്തും അങ്ങനെയല്ല, എല്ലായിടത്തും അങ്ങനെ ആവണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഒരു 18 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കുട്ടികളല്ല, നിയമപ്രകാരം ഒരു പൗരനായി. പക്ഷെ അപ്പോഴും കാണാം നെയിം ഓഫ് ഗാർഡിയൻ, നെയിം ഓഫ് ഫാദർ. ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞ പെൺകുട്ടികളാണെങ്കിൽ നെയിം ഓഫ് ഹസ്ബൻഡ് എന്നുകൂടി ഒരു ഓപ്ഷൻ ഉണ്ടാവും. 18 വയസ്സ് കഴിഞ്ഞാലെങ്കിലും ഇന്നയാളുടെ മോൻ അല്ലെങ്കിൽ മോൾ അങ്ങനെ പറയുന്നത് ശരിയാണോ? അയാൾക്ക് അയാളുടേതായ ഐഡൻറ്റിറ്റി ഇല്ലേ? ശരിക്കും ഫോമുകളിൽ ഇത് ചോദിക്കുന്നത് എന്തിനാ? ഞാൻ മനസ്സിലാക്കി വെച്ചിട്ട് ഇപ്പം എന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിനൊരു ഓൾട്ടർനേറ്റ് സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ വേറൊരാൾ, അല്ലെങ്കിൽ ഒരു എമർജൻസി സിറ്റുവേഷനിൽ എൻ്റെ കാര്യം പറയാനുള്ള വേറൊരാൾ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെയിം ഓഫ് ഗാർഡിയനോ നെയിം ഓഫ് ഫാദറിനോ അല്ല, കോണ്ടാക്ട് പേഴ്സൺ എന്നൊരു ഓപ്ഷൻ ആവാം. പക്ഷേ അത് ആരെന്നുള്ളത് അതെൻ്റെ ചോയ്സ് ആയിരിക്കണം. നമ്മളുടെ ഐഡൻറ്റിറ്റിയിലേക്ക് മറ്റുള്ളവരൂടെ വരുന്നത് ഒരു പ്രശ്നമാണോ, ഇതൊക്കെ ഇത്ര കാര്യമാക്കണമെന്ന് എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ തോന്നാം. നമ്മളുടെ ഇടയിലെ കുറച്ച് പേർക്ക് ഇതൊരു വലിയ പ്രോബ്ലം ആണ്. ഇനി മെജോറിറ്റിക്കും പാരൻറ്റിൻ്റെ ഐഡൻറ്റിറ്റി കുഴപ്പമില്ല, പക്ഷെ അവർക്ക് അവരുടെ ഐഡൻറ്റിറ്റിയിൽ അറിയപ്പെടാനാണ് ഇഷ്ടം. ഇനി വേറെ ചിലർക്ക് പാരൻറ്റിൻ്റെ ഐഡൻറ്റിറ്റിയിൽ തന്നെ അറിയപ്പെടാനാണ് ഇഷ്ടം, അങ്ങനെയുള്ളവരും ഉണ്ട്. പക്ഷേ എല്ലാവരും അങ്ങനെ അല്ലാത്തിടത്തോളം ഇതൊരു പ്രശ്നം തന്നെയാണ്. ഇനി ഇതിലൊന്നും പെടാത്ത ചില എക്സെപ്ഷൻസും ഉണ്ട്. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ ഒരു ന്യൂസ് കണ്ടു, റിക്ഷാക്കാരൻ്റെ മോൻ IAS ആയി എന്ന്. അപ്പം അന്ന് എനിക്ക് തോന്നി IAS കാരൻ എന്നുള്ളതിലുപരി റിക്ഷാക്കാരൻ്റെ മോൻ എന്നുള്ള ഐഡൻറ്റിറ്റിക്ക് എന്താ ഇത്ര ഇമ്പോർട്ടൻസ് കൊടുത്തേന്ന്. പക്ഷെ ഇപ്പം ആലോചിക്കുമ്പോൾ അത് ഇങ്ങനെയും ആയിക്കൂടെ? പഠിക്കാനൊന്നും ഒട്ടും അനുകൂലം അല്ലാത്തൊരു സാഹചര്യത്തിൽ കാര്യങ്ങളൊക്കെ ഫേവറബിൾ ആക്കി കൊടുത്തുകൊണ്ടിരുന്നത് ആ അച്ഛനായിരുന്നെങ്കിലോ? അപ്പം ആ വിക്ടറി അച്ഛൻ്റെയും കൂടെ അല്ലേ? IAS കാരൻ എന്നുള്ള ഐഡൻറ്റിറ്റിയിൽ റിക്ഷാക്കാരൻ്റെയും കോൺട്രിബ്യൂഷൻ ഇല്ലേ? ഇങ്ങനെയുള്ള കേസുകളിൽ പാരൻറ്റിൻ്റെ പേരും കൂട്ടി വായിക്കപ്പെടണം. ഇറ്റ് ടേക്സ് എ വില്ലേജ് ടു റേസ് എ ചൈൽഡ്. ഞാനും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും ഒക്കെ ആ വില്ലേജിലെ നല്ല മാറ്റങ്ങളിലേക്കുള്ളൊരു ചേഞ്ച് ആവട്ടെ. നിങ്ങളുടെ ഒബ്ജെക്ഷൻസ്, സജഷൻസ്, ഒപ്പീനിയൻസ് എന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് സെക്ഷനിൽ പറയുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് നമുക്കൊക്കെ പുതിയ മനുഷ്യരായിക്കൊണ്ടിരിക്കാം. താങ്ക് യു.